നമസ്കാരം. ഈ അടുത്തിടെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിലൂടെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എല്ലാം കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ വാഹന നിർമ്മാതാക്കളും ഉപയോഗിച്ചിരുന്ന എൻജിൻ സ്പെസിഫിക്കേഷൻ മാറ്റി അത് അപ്ഗ്രേഡ് ചെയ്ത് നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻജിനുകൾ കൂടുതൽ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2020 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഇന്ത്യയിൽ BS6 നോംസ് മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരികയും അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഉയർന്നു കേട്ട ഒരു പേരാണ് AdBlue എന്നുള്ളത്. ഡീസൽ എൻജിനിൽ ഉപയോഗിക്കുന്ന ഒരു തരം ഫ്ലൂയിഡാണ് AdBlue. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AdBlueവിനെ കുറിച്ചാണ്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും കണ്ടൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ പെട്രോൾ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻസ് ഡീസൽ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈവൻ ദോ ഡീസൽ എൻജിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിനെല്ലാം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയാണ് പ്രധാന കാരണം. എന്നാൽ മെയിൻ്റനൻസ് ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് വെൻ കമ്പയർഡ് ടു പെട്രോൾ എൻജിൻ. പക്ഷേ ഇതിൻ്റെ ഒരു ഈസി അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു മൈലേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീസൽ എൻജിൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഡീസൽ എൻജിൻ പുറന്തള്ളുന്ന എയർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സോസിലൂടെ പുറന്തള്ളുന്ന മാരകമായ വായു അല്ലെങ്കിൽ വിഷാംശം കലർന്ന വായു, ഇത് എയർ പൊല്യൂഷന് വളരെയധികം കാരണമാവുകയും ഈ അടുത്തയിടെ തന്നെ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലെല്ലാം ഇത് സ്മോഗ് അല്ലെങ്കിൽ സ്മോക്കും ഫോഗും മിക്സ് ചെയ്ത് ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. ഇത്തരത്തിലുള്ള എൻജിനുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു യുഗമാണ്. പക്ഷേ നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും ഈ ഒരു ഡീസൽ വാഹനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എയർ പൊല്യൂട്ടൻസ് കുറച്ചുകൊണ്ട് ഒരു ഡീസൽ എൻജിനിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാം എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള AdBlue കൺസെപ്റ്റ് ഉള്ള ഡീസൽ എൻജിനിലേക്ക് വരാനുള്ള പ്രധാന കാരണം. ഇത് BS6 കോംപ്ലൈൻറ്റ് നോംസ് എല്ലാം ഫില്ല് ചെയ്യുന്ന ഒരു എൻജിനാണ്. ഇനി എന്താണ് AdBlue എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BS6 ഡീസൽ എൻജിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫ്യൂവൽ ലിഡ് തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2 ടാങ്കുകളാണ്. ഒന്ന് AdBlueവിൻ്റെ ടാങ്കും മറ്റത് ഡീസലിൻ്റെ ടാങ്കും. ഇനി എന്താണ് AdBlue എന്നുള്ളത്? AdBlue എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. അതിനകത്ത് ഉള്ളത് വാട്ടറും അതുപോലെ തന്നെ യൂറിയയുമാണ്. ഇതിനകത്ത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 67.5% വാട്ടറും റിമൈനിങ് ആയിട്ടുള്ള 32.5% യൂറിയയുമാണ്. ഈ ഒരു സൊല്യൂഷനാണ് AdBlue എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഡീസൽ എൻജിനുകൾ ചെയ്യുന്നത്, ഈ ഡീസൽ എൻജിൻ ഓൾറെഡി നൈട്രജൻ ഓക്സൈഡ് സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ സംയുക്തത്തിനെ ഈ AdBlueവിൻ്റെ സഹായത്തോടു കൂടി നൈട്രജനും വാട്ടർ വേപ്പറും അല്ലെങ്കിൽ നീരാവിയും ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന എക്സോസിലൂടെ പുറത്തേക്ക് വരുന്ന പുകയിൽ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന വിഷാംശം ഉണ്ടാവുകയില്ല. പകരം നൈട്രജൻ എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു വായുവും അതുപോലെ തന്നെ വാട്ടർ വേപ്പറുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പൊല്യൂഷൻ വളരെയധികം കുറയുന്നു. ഡീസൽ എൻജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രജൻ ഓക്സൈഡിനെ SCR കാറ്റലിസ്റ്റിൽ വെച്ചിട്ട് AdBlueവിൻ്റെ സഹായത്തോടു കൂടി, ടു പുട്ട് ഇറ്റ് ഇൻ പ്രിസൈസ്, AdBlueവിനകത്തുള്ള യൂറിയയുടെ സഹായത്തോടു കൂടി നൈട്രജനും വാട്ടർ വേപ്പറുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് SCR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്റ്റീവ് കാറ്റലിസ്റ്റിക് റിഡക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ് സംയുക്തങ്ങളെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈട്രജനും വാട്ടർ വേപ്പറുമാക്കി പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ്. ഈ ഒരു പ്രക്രിയയിലൂടെ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീസൽ ടാങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടെങ്കിലും AdBlue തീർന്നു പോയാൽ വാഹനം മുന്നോട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും ഒരു 3 ലിറ്റർ 4 ലിറ്റർ കപ്പാസിറ്റിയിലുള്ള AdBlue മതിയായിരിക്കും. പക്ഷേ AdBlueവിൻ്റെ ഇൻഡിക്കേഷനും അതിൻ്റെ ലെവലെല്ലാം നമുക്ക് മീറ്റർ കൺസോളിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള എൻജിനുകൾ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് ഓൾറെഡി പ്രൂവൺ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള AdBlue എന്ന സൊല്യൂഷൻ 3 ലിറ്റർ 4 ലിറ്റർ ക്യാനിലെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ട്രിപ്പ് ഡ്രൈവിനെല്ലാം പോകുമ്പോൾ നമുക്ക് പെട്രോൾ ബങ്കിൽ നിന്നോ അല്ലെങ്കിൽ അനുബന്ധ ഷോപ്പുകളിൽ നിന്നോ ഇത്തരത്തിലുള്ള AdBlue വാങ്ങി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയും കോണ്ടൻറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ നല്ല കോണ്ടൻറ്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.